ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചില ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. കൊമേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ചില ലീഗൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂസ്, അതായത് എത്തിക്സിന് നിരക്കാത്ത ചില പ്രവർത്തനങ്ങൾ, കൊമേഴ്സിൽ വരുന്ന എത്തിക്സിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സം നെഗറ്റീവ് ഇഷ്യൂസ് ദാറ്റ് ആർ ഫേസിങ് ഓൺ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ, അതായത് ഇലക്ട്രോണിക് ട്രാൻസാക്ഷനിൽ സംഭവിക്കുന്ന ചില നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസിൽ സംഭവിക്കുന്ന നെഗറ്റീവ് ഇഷ്യൂസ് എന്ന് നോക്കാം. ഇത് 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ നോക്കാം. ഫിഷിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ഓഫൻ യൂസ്ഡ് ടു സ്റ്റീൽ യൂസർ ഡേറ്റ ഇൻക്ലൂഡിംഗ് ലോഗിൻ ക്രെഡൻഷ്യൽസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്. അത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക്. അതായത് വളരെ അധികം ഗുരുതരമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് അറ്റാക്ക് അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്ന് വെച്ചാൽ വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേടാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഡാറ്റ ആർ ഓഫൻ യൂസ്ഡ് ടു സ്റ്റീൽ യൂസർ ഡേറ്റ, ഒരു യൂസർ ഡേറ്റ മോഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അപഹരിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന വളരെയധികം കൃത്രിമമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ലോഗിൻ ക്രെഡൻഷ്യൽസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, വ്യക്തിയുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊഫൈൽസും അതുപോലെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സും ഉപയോഗിച്ചുകൊണ്ട് വ്യക്തി വിവരങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ആൻ അറ്റാക്കർ മാസ്കുറേഡിങ് ആസ് എ ട്രസ്റ്റഡ് എൻറ്റിറ്റി, ഒരു അറ്റാക്കർ ഒരു ട്രസ്റ്റഡ് എൻറ്റിറ്റി ആയിട്ട് മാസ്കുറേഡ് ചെയ്തുകൊണ്ട്, മാസ്കുറേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുഖം മൂടി ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വ്യക്തിയുടെ പേഴ്സണൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വ്യാജമായ നെയിമിലോ അല്ലെങ്കിൽ വ്യാജമായ പേരിലോ എൻ്റർ ചെയ്തുകൊണ്ട് ഒരു വിക്റ്റിമായിട്ട് ഡ്യൂപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഡ്യൂപ്സ് എ വിക്റ്റിം ഇൻ ടു ഓപ്പണിംഗ് ആൻ ഇമെയിൽ, ഇൻസ്റ്റൻറ്റ് മെസ്സേജ് ഓർ ടെക്സ്റ്റ് മെസ്സേജ്, ഒരു ഇൻസ്റ്റൻറ്റ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ മെസ്സേജോ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ഡ്യൂപ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് വ്യക്തിയുടെ ഇൻസ്റ്റൻറ്റ് മെസ്സേജോ ഇമെയിൽ മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഒരു വിക്റ്റിമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന പ്രവർത്തനമാണ് ഫിഷിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഫിഷിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ഓഫൻ യൂസ്ഡ് ടു സ്റ്റീൽ യൂസർ ഡേറ്റ ഇൻക്ലൂഡിങ് ലോഗിൻ ക്രെഡൻഷ്യൽസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്. യൂസർ ഡേറ്റാസ് അപഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്കാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതായത് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ലോഗിൻ ക്രെഡൻഷ്യൽസ് ഉപയോഗിച്ചുകൊണ്ട് യൂസർ ഡേറ്റ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ സ്റ്റീൽ ചെയ്യാന്ന് പറഞ്ഞാൽ മോഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഫിഷിംഗ് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മലയാളത്തിൽ ആൾമാറാട്ടം എന്നാണ് അതിൻ്റെ യഥാർത്ഥ മലയാളം വേർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മാസ്കുറേഡിങ്. മാസ്കുറേഡിങ് എന്ന് പറഞ്ഞാൽ മാസ്കുറേഡ് അറ്റാക്ക് കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ ഇമിറ്റേറ്റിംഗ് സംവൺ എൽസസ് ഐഡൻറ്റിറ്റി ആൻഡ് യൂസ് ലെജിറ്റിമേറ്റ് സോഴ്സസ് ടു ക്യാരി ഔട്ട് സൈബർ ക്രൈംസ് ഇൻ വിക്ടിംസ് നെയിം. അതായത് വിക്ടിമിൻ്റെ പേരിൽ സൈബർ ക്രൈം ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി ലെജിറ്റിമേറ്റ് സോഴ്സസ് ഉപയോഗിച്ചിട്ട് ഒരാളുടെ ഐഡൻറ്റിറ്റി ഇമിറ്റേറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് മാസ്കുറേഡിങ് എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഇൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സിസ്റ്റം ഈസ് വൺ എക്സാമ്പിൾ ഓഫ് മാസ്കുറേഡ് അറ്റാക്ക്. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്യുന്നത് മാസ്കുറേഡ് അറ്റാക്കിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ മാസ്കുറേഡിങ് മീൻസ് അറ്റാക്ക് കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ ഇമിറ്റേറ്റിംഗ് സംവൺ എൽസസ് ഐഡൻറ്റിറ്റി, ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ ആൻഡ് യൂസ് ലെജിറ്റിമേറ്റ് സോഴ്സസ് ടു ക്യാരി ഔട്ട് സൈബർ ക്രൈംസ് ഇൻ വിക്ടിംസ് നെയിം. വിക്ടിമിൻ്റെ പേരിൽ സൈബർ ക്രൈമുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെജിറ്റിമേറ്റ് സോഴ്സസ് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് മാസ്കുറേഡിംഗ് എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഇൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സിസ്റ്റം ഈസ് വൺ എക്സാമ്പിൾ ഓഫ് മാസ്കുറേഡ് അറ്റാക്ക്. അതായത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൽ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് മാസ്കുറേഡ് അറ്റാക്കിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് പറയുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? The low cost of website creation and the ease of copying existing pages make it all easy to create illegitimate sites that appear to be published by established organizations. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷന് തുല്യമായിട്ടുള്ള ഇല്ലെജിറ്റിമേറ്റ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു യഥാർത്ഥ വെബ്സൈറ്റിന് തുല്യമായിട്ടുള്ള ഇല്ലെജിറ്റിമേറ്റ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതിലൂടെ ഒരു കൂട്ടം ആളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഒരു ഒറിജിനൽ സൈറ്റിന് തുല്യമായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതായത് വെബ്സൈറ്റ് ക്രിയേഷൻ്റെ ലോ കോസ്റ്റ് മുഖാന്തരം അതിനെ എക്സിസ്റ്റിംഗ് പേജസ് കോപ്പി ചെയ്യാനുള്ള ഈസി മുഖാന്തരവും ഇല്ലെജിറ്റിമേറ്റ് സൈറ്റുകൾ, ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷന് തുല്യമായിട്ടുള്ള ഇല്ലെജിറ്റിമേറ്റ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് സ്പൂഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ ദ ലോ കോസ്റ്റ് ഓഫ് വെബ്സൈറ്റ് ക്രിയേഷൻ ആൻഡ് ദ ഈസ് ഓഫ് കോപ്പിയിങ് എക്സിസ്റ്റിംഗ് പേജസ്. എക്സിസ്റ്റിംഗ് പേജുകൾ കോപ്പി ചെയ്യാനുള്ള ഈസി മുഖാന്തരവും വെബ്സൈറ്റ് ക്രിയേഷൻ്റെ ലോ കോസ്റ്റ് മുഖാന്തരവും
ഇല്ലെജിറ്റിമേറ്റ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷനോട് തുല്യമായിട്ടുള്ള ഇല്ലെജിറ്റിമേറ്റ് സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആക്ടിവിറ്റി ചെയ്യുന്നതിനെയാണ് സ്പൂഫിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സ്നൂപ്പിംഗ്. എന്താണ് സ്നൂപ്പിംഗ് എന്ന് നോക്കാം. ദ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ വെൻഡേഴ്സ് സെൽ ദെയർ പ്രൊഡക്ട്സ് വിത്ത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഡിസേബിൾഡ്. മോസ്റ്റ് യൂസേഴ്സ് മേ നോട്ട് ഹാവ് അഡിക്വേറ്റ് നോളേജ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദീസ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. This provides a best opportunity to attackers. A popular technique of gaining entry into the shopper's system is to use a tool such as Satan to perform port scans on a computer that detect entry points into the machine. അതായത് ഭൂരിഭാഗം സോഫ്റ്റ്വെയർ വെൻഡേഴ്സിനും ഹാർഡ്വെയർ വെൻഡേഴ്സും അവരുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും വെൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് അതിൽ ഡിസേബിൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ വ്യക്തികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചും അവർക്ക് ഇതിനെക്കുറിച്ച് അഡിക്വേറ്റ് നോളേജ് ഇല്ല. സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് അഡിക്വേറ്റ് നോളേജ് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അറ്റാക്കർക്ക് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു അറ്റാക്കർ ഒരു ഷോപ്പറുടെ സിസ്റ്റത്തിലേക്ക് അയാളുടെ സമ്മതമില്ലാതെ ഗെയിൻ ചെയ്യുകയും ഒരു പർട്ടിക്കുലർ ടൂൾ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലുള്ള അല്ലെങ്കിൽ മെഷീനിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഡിറ്റക്റ്റ് ചെയ്യുന്നതിനെയാണ് സ്നൂപ്പിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ടൂളിൻ്റെ പേരാണ് സാത്താൻ എന്ന് പറയുന്നത്. അത് നെഗറ്റീവായൊരു ആക്ടിവിറ്റി ആയതുകൊണ്ടാണ് ആ ടൂളിന് അത്തരത്തിലൊരു പേര് കൊടുത്തിരിക്കുന്നത്. എ പോപ്പുലർ ടെക്നിക്ക് ഓഫ് ഗെയിനിങ് എൻട്രി ഇൻ ടു ദ ഷോപ്പേഴ്സ് സിസ്റ്റം is to use a tool such as Satan to perform port scans on a computer that detect entry points into the machine. ഈ നെക്സ്റ്റ് പറയുന്നതാണ് സ്നിഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്നിഫിംഗ് എന്ന് നോക്കാം. അറ്റാക്കർ മോണിറ്റേഴ്സ് ദ ഡേറ്റ ബിറ്റ്വീൻ ദ ഷോപ്പേഴ്സ് കമ്പ്യൂട്ടർ ആൻഡ് ദ സെർവർ. ഷോപ്പറുടെ കമ്പ്യൂട്ടറും സെർവറിനും ഇടയിൽ അറ്റാക്കർ ഡേറ്റ മോണിറ്റർ ചെയ്യുകയും ഹീ കളക്ട്സ് ദ ഡേറ്റ എബൌട്ട് ദ ഷോപ്പർ ഓർ സ്റ്റീൽസ് പേഴ്സണൽ ഇൻഫർമേഷൻ സച്ച് ആസ് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്. അതായത് ഷോപ്പറെ സംബന്ധിച്ചുള്ള പേഴ്സണൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയും പേഴ്സണൽ ഇൻഫർമേഷനോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സുകൾ സ്റ്റീൽ ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് സ്നിഫിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എ റിക്വസ്റ്റ് ഫ്രം ദ ക്ലയൻറ്റ് ടു സെർവർ കമ്പ്യൂട്ടർ ഈസ് ബ്രോക്കൺ അപ്പ് ഇൻ ടു സ്മാൾ പീസസ് നോൺ ആസ് പാക്കറ്റ്സ് ആസ് ഇറ്റ് ലീവ്സ് ദ ക്ലയൻറ്റ്സ് കമ്പ്യൂട്ടർ ആൻഡ് ഈസ് റീകൺസ്ട്രക്റ്റഡ് അറ്റ് ദ സെർവർ. അതായത് എ റിക്വസ്റ്റ് ഫ്രം ദ ക്ലയൻറ്റ് ടു സെർവർ കമ്പ്യൂട്ടർ, ക്ലയൻറ്റിൽ നിന്നും സെർവർ കമ്പ്യൂട്ടറിലേക്കുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് സ്മാൾ പീസുകളായിട്ടുള്ള പാക്കറ്റുകളാക്കിയിട്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ ഓരോ പാക്കറ്റുകളും സെർവറിലേക്ക് എത്തുന്നതിന് മുന്നേ, ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്ക് എത്തുന്നതിന് മുന്നേ അതിനെ അറ്റാക്കർ റീകൺസ്ട്രക്റ്റ് ചെയ്തിട്ട് മറ്റൊരു രൂപത്തിലാക്കി മാറ്റുക. അതായത് ഡിഫറൻറ്റ് റൂട്ടിലേക്ക് പോകുന്ന പാക്കറ്റുകളെ വ്യത്യസ്ത സന്ദേശങ്ങളാക്കി മാറ്റുകയും വ്യാജ സന്ദേശങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ സ്നിഫിംഗ് എന്ന് പറയുന്നത്. അതായത് ക്ലയൻറ്റ് പറയുന്ന വിവരം എന്താണെന്ന് സെർവറിലേക്ക് എത്തുന്നതിന് പകരം അറ്റാക്കർ ആ വിവരത്തിൽ എന്ത് ചെയ്യുക, ചേഞ്ചസ് വരുത്താം. മെസ്സേജ് ആയിക്കോട്ടെ, വോയിസ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻ ആയിക്കോട്ടെ, അതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് ക്ലയൻറ്റിൽ നിന്നും സെർവറിലേക്ക് പോകുന്ന ഇൻഫർമേഷനെ റീകൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെയാണ് സ്നിഫിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ പാക്കറ്റ്സ് ഓഫ് എ റിക്വസ്റ്റ് ആർ സെൻഡ് ത്രൂ ഡിഫറൻറ്റ് റൂട്ട്സ്. ലാസ്റ്റ് പറയുന്നത് ഈവ്സ് ഡ്രോപ്പിംഗ്. എന്താണ് ഈവ്സ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നോക്കാം. The private content of a transaction, if unprotected, can be intercepted when it go through the route over the internet. ഇൻ്റർനെറ്റിലൂടെ പോകുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാത്ത പ്രൈവറ്റ് കണ്ടൻറ്റിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഈവ്സ് ഡ്രോപ്പിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഈവ്സ് ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ മലയാളം വേർഡ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നിന്ന് സംഭാഷണം കേൾക്കുന്നതിനെയാണ് ഈവ്സ് ഡ്രോപ്പിംഗ് എന്ന് പറയുക. അതായത് വ്യക്തിയുടെ സാദൃശ്യം അവിടെ അല്ലെങ്കിൽ വ്യക്തിയുടെ സാന്നിധ്യം അവിടെ അറിയുന്നില്ല, സാന്നിധ്യമില്ലാതെ അദൃശ്യമായി നിന്നുകൊണ്ട് വിവരങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിനെയാണ് ഈവ്സ് ഡ്രോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈവ്സ് ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷനിലെ പ്രൈവറ്റ് കണ്ടൻറ്റിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടാത്ത ഭാഗങ്ങൾ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് ഇൻ്റർനെറ്റിലൂടെ പോകുന്ന സമയത്ത് അതിനെ തടയുന്നതിനെയാണ് ഈവ്സ് ഡ്രോപ്പിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ പ്രൈവറ്റ് കണ്ടൻറ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇഫ് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ്റെ പ്രൈവറ്റ് കണ്ടൻറ്റിനെ ക്യാൻ ബി ഇൻ്റർസെപ്റ്റഡ്, അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു വെൻ ഇറ്റ് ഗോ ത്രൂ ദ റൂട്ട് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ പോകുന്ന സമയത്ത് അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് ഈവ്സ് ഡ്രോപ്പിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ പ്രൈവറ്റ് കണ്ടൻറ്റ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇഫ് അൺപ്രൊട്ടക്റ്റഡ് ക്യാൻ ബി ഇൻ്റർസെപ്റ്റഡ് വെൻ ഇറ്റ് ഗോ ത്രൂ റൂട്ട് ഓവർ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ പോകുന്ന സമയത്ത് ട്രാൻസാക്ഷൻ്റെ പ്രൈവറ്റ് കണ്ടൻറ്റിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ഈവ്സ് ഡ്രോപ്പിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇ കൊമേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത്, ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്. ഇ കൊമേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ടുള്ള സെക്യൂരിറ്റി, ലീഗൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സ്നിഫിങ്, സ്നൂപ്പിങ്, അതുപോലെ തന്നെ
സ്പൂഫിങ്, ഈവ്സ് ഡ്രോപ്പിങ്, മാസ്കുറേഡിങ്, ഫിഷിങ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട. ഫിഷിങ്, മാസ്കുറേഡിങ്, സ്പൂഫിങ്, സ്നൂപ്പിങ്, സ്നിഫിങ്, ഈവ്സ് ഡ്രോപ്പിങ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ, ഇതെല്ലാം 2 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണാം. ഓക്കെ, താങ്ക് യു.